Chairman sir, if, as you are saying, it was not, if as you are saying, it was not comfortable for the Prime Minister and the Defence Minister, then they would let me speak. Yes. The fact that they are not letting me speak, means it is uncomfortable for them. Now, I would like to explain in a little bit of detail what this issue of national security exactly was. Okay? Rajnath ji is sitting here. Rajnath Singh ji, sir, please. Rajnath Singh ji is sitting here. He is aware of this matter. He is the minister. He is the person that spoke to General Naravane. फिर आपने बोली नहीं, अब आप नहीं बोलना चाहते हैं, सब नहीं बोलना। सभा की कार्रवाई कल मंगलवार दिनांक 3 फरवरी 2026 को प्रातः 11 बजे तक के लिए स्थगित की जाती है। ശക്തമായ പ്രതിഷേധം വീണ്ടും സഭയിൽ ഉയരുകയാണ്. ലഡാക്കിൽ ഇന്ത്യയുടെ ഭൂമി ചൈന കവരുന്നതിന് അവസരം ഒരുക്കി എന്നടക്കം ഗുരുതരമായിട്ടുള്ള പരാമർശം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭയിൽ ഉന്നയിക്കുകയാണ്, ആവർത്തിക്കുകയാണ്. അങ്ങനെ സഭ വീണ്ടും നിർത്തിവെക്കുന്നു. ഇന്നത്തേക്ക് സഭ പിരിഞ്ഞു ലോക്സഭ എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ പ്രധാനമന്ത്രിയുടെ അടക്കം സാന്നിധ്യത്തിലായിരുന്നു. ശക്തമായ വാദങ്ങൾ സൈനിക മേധാവിയായിരുന്ന എം നരവനെയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട ആ പുസ്തകത്തിലെ ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി സഭയിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിയത്. രാഹുൽ ഗാന്ധി സംസാരിച്ച സമയത്ത് തന്നെ ഭരണപക്ഷത്തു നിന്നും രാജ്നാഥ് സിംഗും ഒപ്പം തന്നെ അമിത്ഷായും ശക്തമായി തന്നെ എതിർത്തുകൊണ്ട് രംഗത്തെത്തി. അങ്ങനെ ഭരണപക്ഷവും പ്രതിപക്ഷവും വാഗ്വാദത്തിൽ ഏർപ്പെടുന്നതാണ് നമ്മൾ സഭയിൽ കണ്ടത്. പലപ്പോഴായി സഭ പ്രക്ഷുബ്ധമായി. വീണ്ടും സഭ ചേർന്ന സമയത്താണ് വീണ്ടും സഭ പ്രക്ഷുബ്ധത്താൽ നിർത്തിവെക്കേണ്ടി വന്നത്. രാഹുൽ ഗാന്ധി തന്റെ നിലപാട് ആവർത്തിച്ചുകൊണ്ട് സഭയിൽ നിലപാട് സ്വീകരിക്കുകയാണ്. ഭരണപക്ഷത്തു നിന്നടക്കം വലിയ ശബ്ദ കോലാഹലങ്ങൾ ഉയരുകയും ചെയ്തു. ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, സഭയിൽ വീണ്ടും എം നരവാനയുടെ പുസ്തകത്തിലെ പരാമർശങ്ങൾ, ലഡാക്കുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഭൂമി, അത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങൾ ഉയർത്തുന്നടക്കം ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചു രാഹുൽ ഗാന്ധി. എന്തൊക്കെയാണ് വീണ്ടും സഭ ചേരുമ്പോൾ സംഭവിച്ചത്? ഈ എം നരവനയുടെ പുസ്തകത്തിലെ വിവാദ ഭാഗങ്ങളാണ് ഇപ്പോൾ പാർലമെന്റിലെ ലോക്സഭയിൽ വലിയ പ്രക്ഷുബ്ധ രംഗങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ കൈവശമുള്ള കൈലാസ് പർവ്വതനിരകളിലേക്ക് ചൈനീസ് പട്ടാളം ആക്രമിക്കാൻ വരുന്ന ഒരു രാത്രി നടന്ന സംഭവ വികാസങ്ങളാണ് ആ വിവാദ ഭാഗം. അതിൽ പറയുന്നത് രാത്രി ചൈനീസ് പട്ടാളം ടാങ്കുകളടക്കം ഇന്ത്യൻ അതിർത്തിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രാഷ്ട്രീയ തീരുമാനത്തിനായി അന്നത്തെ രാഷ്ട്രീയ സൈനിക നേതാക്കളെ എപ്പോൾ തന്നെ വിളിച്ചിരുന്നു. അതായത് അന്നത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അന്നത്തെ വിദേശമന്ത്രി എസ് ജയശങ്കർ, അന്നത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, അന്ന് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിരുന്ന ബിപിൻ റാവത്ത് എന്നിവരെയൊക്കെ തന്നെ വിളിച്ചിട്ടും ആരും കൃത്യമായ ഒരു മറുപടി തന്നില്ല എന്നാണ് ഇപ്പോൾ നരവനെ കുറ്റപ്പെടുത്തുന്നത്. എല്ലാവരോടും ഞാൻ ഒരു ഒറ്റ ചോദ്യമാണ് ഉന്നയിച്ചത്, വാട്ട് ആർ മൈ ഓർഡേഴ്സ്, അതായത് ഞാൻ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ നിർദ്ദേശിക്കണം എന്നാണ്. ഒടുവിൽ രാത്രി 10 മണിക്ക് രാജ്നാഥ് സിംഗിനെ വിളിക്കുമ്പോൾ പറഞ്ഞത് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. 10:30 തിരിച്ചു വിളിച്ച അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രിയുമായി ഞാൻ സംസാരിച്ചു, പ്രധാനമന്ത്രി പറഞ്ഞത് ഉചിതമായത് ചെയ്യൂ എന്നാണ്. അതായത് ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നതിന് പകരം ഇത്തരത്തിൽ വളരെ സങ്കീർണമായ ഒരു സൈനിക നടപടിയിൽ എല്ലാ തീരുമാനങ്ങളും സൈന്യത്തിന്റെ തലയിൽ ഇട്ടുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം കൈ കഴുകി എന്നുള്ള വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് നരവനെ ഉന്നയിക്കുന്നത്. എല്ലാം എന്റെ തലയിലേക്ക് ഇട്ടുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം ഓടി ഒളിച്ചു എന്നുള്ള ഒരു ആരോപണത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ വിഷയം ഉന്നയിക്കുന്നത്. ഇത് തടസ്സപ്പെടുത്താനാണ് ഇന്ന് ഏകദേശം 3 മണിക്കൂറായി ഭരണപക്ഷം ശ്രമിക്കുന്നത്. അതായത് ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും BJP അംഗങ്ങളും ആവർത്തിച്ച് തടസ്സപ്പെടുത്തുന്നത് ആ ഒരു വിഷയം ഉന്നയിക്കാതിരിക്കാനാണ്. നിമിഷങ്ങൾ നരവനയുടെ പേരോ അല്ലെങ്കിൽ സൈനിക നടപടിയെന്നോ പറയുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ സഭ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം 3 തവണ ഇപ്പോൾ സഭ നിർത്തിവെച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ 4ാമത് ചേർന്നപ്പോൾ വീണ്ടും നാളത്തേക്ക് തിരിയാനായി മാറിയിരിക്കുന്നു സഭ. രാഹുൽ ഗാന്ധി
സ്പീക്കർ നേരത്തെ ആ റൂളിംഗ് ആണ്, അതായത് ഈ ഇറങ്ങാത്ത പുസ്തകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അത് സഭയിൽ അനുവദിക്കില്ല എന്ന നിശ്ചിതമായിട്ടുള്ള റൂളിംഗ് നൽകിയതിനു ശേഷവും സഭയിൽ ഈ നിലപാട് കുറച്ചുകൂടി ശബ്ദത്തിൽ മുഴക്കുകയായിരുന്നു. പിന്നീട് എന്തോ കാര്യങ്ങൾ രാഹുൽ ഗാന്ധി സഭയിൽ ഈ രണ്ടാമത്തെ തവണ, അതായത് ഈ ബഹളത്തിന് ശേഷം സഭ നിർത്തിവെച്ചു, അതിനുശേഷം ചേരുമ്പോൾ ഇതേ സാഹചര്യം തന്നെ ഉരുത്തിരിക്കുകയായിരുന്നു. അതേ പരാമർശങ്ങൾ തന്നെയാണോ ആവർത്തിച്ചത്? അതേ പരാമർശങ്ങൾ തന്നെ ആവർത്തിക്കുകയായിരുന്നു. അതായത് ആ പുസ്തകത്തിലെ വാചകങ്ങളാണ്. ഞാൻ ആ പുസ്തകമല്ല ഉദ്ധരിക്കുന്നത്. ആ പുസ്തകം പരിശോധിച്ച ഒരു മാസികയിൽ വന്ന വാചകങ്ങളാണ് ഞാൻ ഉദ്ധരിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അതേസമയം സ്പീക്കർ ഇതിന് അനുമതി നൽകുന്നില്ല. സഭയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സ്പീക്കറുടെ റൂളിംഗ്. ഈ റൂളിംഗ് അവഗണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നിരവധി തവണ സംസാരിച്ചു എന്നാണ് ഇപ്പോൾ ഭരണപക്ഷത്തിന്റെ ആരോപണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വിഷയം എടുക്കുമ്പോഴൊക്കെ തന്നെ സഭ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ആദ്യം 3 മണിക്ക് നിർത്തിവെച്ചു, പിന്നീട് 4 മണിക്ക് നിർത്തിവെച്ചു, പിന്നെ വീണ്ടും 4 മണിക്ക് ചേർന്നപ്പോൾ ഇപ്പോൾ വീണ്ടും നാളത്തേക്ക് പിരിയാനായി സഭ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. നാളെ ചേരും. രാഹുൽ ഗാന്ധിയുടെ ആരോപണം വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ രംഗത്ത് വലിയ കോളിളക്കം സൃഷ്ടിക്കും. എം നരവനയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. അദ്ദേഹം പുസ്തകം അച്ചടിച്ചുവെങ്കിലും അത് പുറത്തിറക്കാൻ അനുമതി നൽകിയിട്ടില്ല. ഈ പ്രതിരോധ മന്ത്രാലയത്തിന്റെ എതിർപ്പാണ് ഇതിന് കാരണം. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളോട് മോദിക്കും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനും ഇഷ്ടക്കേടുണ്ട്, അല്ലെങ്കിൽ താല്പര്യമില്ല എന്നുള്ളതാണ്. അവർക്ക് താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ തന്നെ സംസാരിക്കാൻ അനുവദിക്കുമായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം വീണ്ടും നരവനയുടെ പുസ്തകം ഉദ്ധരിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും സഭ നാളത്തേക്ക് പിരിയുന്നതായി സഭാധ്യക്ഷനായിരുന്ന ജഗദംബിക പാൽ വ്യക്തമാക്കുകയായിരുന്നു.